എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 45-ാമത്തെ സർഗത്തിൽ 15 മുതൽ 22 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയ കഥ, ശ്രീരാമന് വേണ്ടിയിട്ട് വിശ്വാമിത്രൻ വിശാല നഗരത്തിൻ്റെയും അതോടൊപ്പം തന്നെ ഇന്ദ്രൻ്റെയും കഥ ഇവിടെ കൂട്ടിച്ചേർത്ത് രണ്ടും കൂടി ചേർത്ത് പറയാൻ പോവുകയാണ്. നമുക്ക് ആദ്യം 15-ാമത്തെ ശ്ലോകം നോക്കാം. പൂർവം കൃതയുഗേ രാമ ദിതേഃ പുത്രാ മഹാബലാഃ അതിതേശ്ച മഹാഭാഗാ വീര്യവന്തഃ സുധാർമ്മികാഃ. കൃതയുഗത്തിലെ കഥയാണ് പറയാൻ പോണത്. അതുകൊണ്ടാണ് പഴയ കഥയാണ്, പുരാതനമായിട്ടുള്ള കഥയാണെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞുല്ലോ. വളരെ പണ്ട് ഞാൻ കേട്ടിട്ടുള്ള കഥ അതാണ്, വളരെ പണ്ട് നടന്നത്, എനിക്കറിയാവുന്ന വിധത്തിൽ പറഞ്ഞു തരാം എന്നാണ് വിശ്വാമിത്രൻ പറയണത്. അപ്പോൾ പറയാണ്, കൃതയുഗേ, പൂർവം കൃതയുഗേ, പണ്ട് കൃതയുഗകാലത്ത്, അല്ലയോ ശ്രീരാമ, ഇവിടെ ദിതിയുടെ മക്കളും അതിഥിയുടെ മക്കളും ഉണ്ടായിരുന്നു. ദിതേഹേ, അതായത് കാശ്യപ പ്രജാപതിയുടെ 2 ഭാര്യമാര്, ദിതിയും അതിഥിയും. അല്ലാത്ത വേറെ ഭാര്യമാരൊക്കെ ഉണ്ട്. ഇവിടെ 2 പേരുടെ കാര്യമാണ് എടുത്തു പറയണത്, ദിതിയും അതിഥിയും. അതിൽ ദിതിയുടെ പുത്രന്മാര് മഹാബലന്മാരായിട്ടുള്ള ദൈത്യന്മാരുണ്ടായിരുന്നു. അതിഥേഹേ, അതിഥിയുടെ പുത്രന്മാര് മഹാഭാഗാഹ വീര്യവന്തഃ സുധാർമ്മികാഹ. അവരെങ്ങനെയുള്ളവരായിരുന്നു? വളരെ ശ്രേഷ്ഠന്മാരായിരുന്നു, നല്ല വീര്യവും ഓജസ്സുമുള്ളവരായിരുന്നു, ധാർമ്മികരുമായിരുന്നു. അങ്ങനെയുള്ള മക്കള് അതിഥിക്കുണ്ടായിരുന്നു. നല്ല ബലിഷ്ഠന്മാരായിട്ടുള്ള മക്കള് ദിതിക്കുമുണ്ടായിരുന്നു. എന്നിട്ട് 16-ാമത്തെ ശ്ലോകം നോക്കാം. തതസ്തേഷാം നരവ്യാഘ്ര ബുദ്ധിരാസീൻ മഹാത്മനാം അമരാ വിജരാശ്ചൈവ കഥം സ്യാമോ നിരാമയാഹ. അങ്ങനെ പറയാണ്, അല്ലയോ നരവ്യാഘ്ര, നരശ്രേഷ്ഠനായിട്ടുള്ള ശ്രീരാമ, തതഹ, അതിനുശേഷം, അങ്ങനെ ഇവർ 2 കൂട്ടരും അവിടെ ഉണ്ടായിരുന്നു. തേഷാം, അവർക്കെല്ലാവർക്കും, അതായത് തേഷാം മഹാത്മനാം, അവർക്കെല്ലാവർക്കും, മഹാത്മാക്കളാണ് എല്ലാവരും, അവർക്കെല്ലാവർക്കും തന്നെ ബുദ്ധി ആസീത്, ഇപ്രകാരം ഒരു ചിന്ത ഉണ്ടായി, ഇങ്ങനെ ഒരു ആലോചന അവർക്കെല്ലാവർക്കും ഉണ്ടായി. അതെന്തായിരുന്നു? അമരാഹ വിജരാശ്ചൈവ കഥം സ്യാമഹ തഥാ നിരാമയാഹ. അമരന്മാരാവണം, അതായത് അമരന്മാരാവുക എന്ന് പറഞ്ഞാൽ മരിച്ചു പോവാൻ പാടില്ല, ജരാനരകൾ ബാധിക്കാൻ പാടില്ല. വിജരാഹ, വിഗത ജരകൾ, ജരാനരകൾ എന്ന് വെച്ചാൽ വാർദ്ധക്യം, അതില്ലാത്തവരാവണം. നിരാമയാഹ, അസുഖങ്ങളില്ലാത്തവരുമാകണം. അതിന് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരാലോചന ദൈത്യന്മാർക്കുണ്ടായി, അതുപോലെ തന്നെ ദേവന്മാർക്കുണ്ടായി. 2 കൂട്ടർക്കും ഉണ്ടായതായിട്ടാണ് ഇവിടെ രാമായണത്തിൽ പറയണത്. ദിതിയുടെ പുത്രന്മാരും അതിഥിയുടെ പുത്രന്മാരും ഒരുമിച്ച് ആലോചിച്ചു, ഇവർക്ക് ജരാനരകൾ ഉണ്ടാവരുത്, മരണമുണ്ടാവരുത്, അസുഖങ്ങൾ ഉണ്ടാവരുത്, അതിനു വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചു. അപ്പോൾ എന്നിട്ട് എന്താ സംഭവിച്ചത്? 17-ാമത്തെ ശ്ലോകം നോക്കാം. തേഷാം ചിന്തയതാം തത്ര ബുദ്ധിരാസീദ് വിപശ്ചിതാം ക്ഷീരോദമഥനം കൃത്വാ രസം പ്രാപ്സ്യാമ തത്ര വൈ. അങ്ങനെ ആലോചിച്ചപ്പോൾ അവർക്കൊരു ബുദ്ധി തെളിഞ്ഞു. എന്താണ്? തേഷാം ചിന്തയതാം, അവരങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കെ, തേഷാം ചിന്തയതാം വിപശ്ചിതാം, പണ്ഡിതന്മാരാണ് എല്ലാവരും, നല്ല അറിവുള്ള ആൾക്കാരാണ്, അവർക്കൊക്കെ ബുദ്ധി ആസീത്, ഇപ്രകാരം ഒരു ചിന്തയുണ്ടായി, ഒരു ബുദ്ധി തോന്നി, ഒരു ഐഡിയ തോന്നി. എന്താ തോന്നിയത്? ക്ഷീരോദമഥനം കൃത്വ. ക്ഷീരോദമഥനം എന്ന് പറഞ്ഞാൽ പാലാഴി കടഞ്ഞിട്ട്, ഇവിടെ പാലാഴി മഥനത്തിൻ്റെ കഥയാണ് പറയാൻ പോണത്. ക്ഷീരോദത്തെ, അതായത് പാലാഴി കടഞ്ഞിട്ട് രസം പ്രാപ്സ്യാമ തത്ര രസം പ്രാപ്സ്യാമ വൈ, അതിൽ നിന്ന് ആ സത്ത്, അതായത് അമൃത്, അത് കിട്ടിയാൽ അത് ഭക്ഷിച്ചിട്ട് ഇങ്ങനെ അമരന്മാരും നിർജ്ജരന്മാരും നിരാമയന്മാരും ഒക്കെ ആവാം എന്ന് ഇവരെല്ലാവരും കൂടി തീരുമാനിച്ചു. നമ്മൾ ഇതുവരെ കേട്ടിരിക്കുന്ന കഥയിലൊക്കെ ദേവന്മാർ മാത്രമാണ് ഇതിനായിട്ട് മുന്നിട്ട് ഇറങ്ങിയത്. അവർക്ക് ദുർവാസാവിൻ്റെ ഒരു ശാപം കിട്ടി. സുരവനിതകൾ ഉണ്ടാക്കിയതായ മാല, ദുർവാസാവ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ മാല എടുത്തിട്ട് ഐരാവതത്തിൻ്റെ ചെവിയിൽ, കൊമ്പിൽ ഒറ്റ കൊണ്ടിട്ടു എന്നും, അതിൽ നിറയെ വണ്ടുകൾ വന്നപ്പോൾ ഐരാവതം അത് നിലത്തിട്ട് ചവിട്ടി അരച്ച് കളഞ്ഞു എന്നുള്ള കഥയാണ് ക്ഷീരാബ്ധി മഥനം, സമുദ്രമഥനം എന്നുള്ള കഥയിൽ കേട്ടിരിക്കുന്നത്. അങ്ങനെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന മാല ആന ചവിട്ടി കളഞ്ഞപ്പോൾ, ദേവന്മാരുടെ ആനയാണല്ലോ, ദേവന്മാരെ ഒന്നടങ്കം ദുർവാസാവ്
വൃദ്ധന്മാരായി പോട്ടെ എന്ന് ശപിക്കുകയുണ്ടായി. ആ വാർദ്ധക്യത്തിൽ നിന്ന് രക്ഷ നേടാനാണ് പാലാഴി മഥനം നടത്തിയത് എന്നുള്ള കഥയാണ് ഭാഗവതത്തിലും അതുപോലെ നാരായണീയത്തിലും ഒക്കെ നമ്മൾ കേട്ടിരിക്കുന്നത്. ഇവിടെ വ്യത്യാസമായിട്ടാണ് പറയണത്. അങ്ങനെ രണ്ടു കൂട്ടരും, അവിടെ ദേവന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇവിടെ അങ്ങനെയല്ല. വാൽമീകി രാമായണത്തിൽ ദേവന്മാരും അസുരന്മാരും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ വാർദ്ധക്യവും അതുപോലെ ജരാനരകളും വയ്യായികകളും ഒക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒരു ആശയം അല്ലെങ്കിൽ ഒരു ബുദ്ധി അന്വേഷിച്ചത്. അത് കിട്ടുകയും ചെയ്തു. പാലാഴി കടഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന സത്ത്, രസം അഥവാ അമൃത്, അത് പാനം ചെയ്താൽ ഇതൊക്കെ ഇല്ലാതെയാവും എന്നവർക്ക് മനസ്സിലായി. എന്നിട്ട് 18ാമത്തെ ശ്ലോകം നോക്കാം. തതോ നിശ്ചിത്യമഥനം യോക്ത്രം കൃത്വാ ച വാസുകിം മന്ധാനം മന്ദരം കൃത്വാ മമന്ധുരമിതൗജസ. തതോ നിശ്ചിത്യ മഥനം, മഥനം നിശ്ചിത്യ, ഇനി അങ്ങനെ എന്നെ ചെയ്യാം, ഈ പാലാഴി കടഞ്ഞെടുക്കാം എന്ന് വിചാരിച്ചിട്ട് യോക്ത്രം വാസുകിം കൃത്വ, ആരെയാണ് കയറായിട്ട്, ഈ ഒരു കടകോല് വേണം, ഒരു കയറൊക്കെ വേണമല്ലോ, കടയാന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പോൾ ആരായിരുന്നു കയറായത്? വാസുകിം വരത്രാം എന്ന് നാരായണീയത്തിൽ പറഞ്ഞിട്ടുണ്ട്. കയറായിട്ട്, വരത്രം എന്ന് പറഞ്ഞാൽ കയറാണ്, ഇവിടെ യോക്ത്രം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായിട്ട് വാസുകി, നാഗശ്രേഷ്ഠനായിട്ടുള്ള നാഗരാജാവായിട്ടുള്ള വാസുകിയെ കയറാക്കി. മന്ധാനം മന്ദരം, മന്ദരപർവ്വതത്തിനെ കടകോലാക്കി. എന്നിട്ട് ആ കടകോലിന് ചുറ്റും വാസുകിയെ വരിഞ്ഞിട്ട് അപ്പുറം പിടിച്ച് വലിച്ചാലല്ലേ കടയലാവുക. അപ്പോൾ അതൊക്കെ തീരുമാനിച്ചു. മമന്ധുരമിത ഊജസ, നല്ല ശക്തിമാന്മാരാണെന്ന് ആദ്യമേ പറഞ്ഞുല്ലോ. അവരെല്ലാവരും കൂടിയിട്ട് അപ്പുറത്തും നിന്ന് വലിച്ച് കടയാൻ തുടങ്ങി. മമന്ധു എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും കൂടിയിട്ട്, ദൈത്യന്മാരും ദേവന്മാരും കൂടിയിട്ട് കടഞ്ഞു. അങ്ങനെ കുറേ കാലം കഴിഞ്ഞു പോയി. 19ാമത്തെ ശ്ലോകം നോക്കാം. അഥ വർഷസഹസ്രേണ യോക്ത്ര സർപ്പശിരാംസി ച വമന്തോ ദിവിഷം തത്ര ദദംശുർദശനൈശിലാഃ. അഥ അനന്തരം വർഷസഹസ്രേണ 1000 സംവത്സരം അവരങ്ങനെ കടഞ്ഞുകൊണ്ട് കഴിച്ചുകൂട്ടി. കാലം കടന്നുപോയി, വേഗം 1000 വർഷം കഴിഞ്ഞു. ആ സമയത്ത് യോക്ത്ര സർപ്പശിരാംസി, യോക്ത്രമായിട്ടുള്ള, അതായത് കയറായിട്ട് വർത്തിക്കുന്നതായ വാസുകിയുടെ ശിരസ്സുകൾ, 1000 ഫണങ്ങളുള്ള സർപ്പങ്ങളിലൊന്നാണല്ലോ വാസുകി. അനന്തനുണ്ട്, കാളിയനുണ്ട്, അതുപോലെ തക്ഷകൻ, കാർക്കോടകൻ, ഇവരൊക്കെ 1000 ഫണങ്ങളുള്ള നാഗങ്ങളാണ്, മഹാനാഗങ്ങളാണ്. അപ്പോൾ ഈ വാസുകിയുടെ ശിരസ്സുകളെല്ലാം തന്നെ എന്തു ചെയ്തു? അതിവിഷം വമന്തഃ, കഠിനമായിട്ടുള്ള വിഷം പുറത്തേക്ക് എടുക്കാൻ തുടങ്ങി. അതായത് കുറേ നേരമായി, കുറേ കാലമായി ഈ വാസുകിയായിട്ട് വലിക്കാൻ തുടങ്ങിയിട്ട്. അത്രയും കാലമൊക്കെ വാസുകി പിടിച്ചു നിന്നു. 1000 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും ശിരസിൽ നിന്ന് പല്ലുകളിലെ ആ വിഷപ്പല്ലുകളുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ തീക്ഷ്ണമായിട്ടുള്ള വിഷം ഇങ്ങനെ പുകയുടെ രൂപത്തിൽ പുറത്തേക്ക് വരാൻ തുടങ്ങി. വമന്തഃ അതിവിഷം തത്ര ദദംശു ദശനൈഹി ശിലാഹ. മാത്രമല്ല സർപ്പം എന്ത് ചെയ്തു? തൻ്റെ വിഷം കളയാൻ വേണ്ടിയിട്ട് ആ പർവ്വതത്തിലെ ചില പാറക്കെട്ടുകളിൽ അതിശക്തമായിട്ട് ആ ശിരസ്സുകളെ കൊണ്ട് കടിച്ചിട്ട് വിഷം കളയാനും നോക്കി. അതാണ് ശിലാഹ ദശനൈഹി ശിലാഹ ദദംശു, തൻ്റെ വിഷപ്പല്ലുകൾ കൊണ്ട് പാറകളിൽ ദംശിക്കാനും തുടങ്ങി. വിഷം എങ്ങനെയെങ്കിലും പുറത്തേക്ക് കളയാൻ. ഇങ്ങനെ പിടി വലിയൊക്കെ ആകുമ്പോൾ ശരീരം മുഴുവനും അസ്വസ്ഥാവും. അങ്ങനെ വിഷം പുറത്തേക്ക് വരാൻ തുടങ്ങുന്നത് കളയാൻ വേണ്ടിയിട്ട് വാസുകി തന്നെ പാറകളിലൊക്കെ കൊത്താൻ തുടങ്ങി. എന്നിട്ടെന്താ സംഭവിച്ചത്? 20ാമത്തെ ശ്ലോകം നോക്കാം. ഉത്പപാദാഗ്നിസങ്കാശം ഹാലാഹല മഹാവിഷം തേന ദഗ്ധം ജഗത് സർവം സദേവാസുരമാനുഷം. ആ സമയമായപ്പോഴേക്കും, ഇവിടെ പറയണത് വ്യക്തമല്ല, വാസുകിയുടെ ഉള്ളിൽ നിന്നാണോ ഹാലാഹലം വന്നത്, കടലിൽ നിന്നാണോ എന്നുള്ളത് വ്യക്തമല്ല. ഭാഗവതത്തിലൊക്കെ വായിക്കുമ്പോൾ ഹാലാഹലം വന്നത് കടലിൽ നിന്നാണ് എന്നുള്ള രീതിയിലാണ്, അങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. ഇവിടെ വാസുകിയുടെ വായിൽ നിന്നും നൊരയും പതയും വിഷമൊക്കെ വരുന്നതിൻ്റെ കൂടെ ശക്തമായിട്ടുള്ള ഹാലാഹല വിഷം വാസുകിയുടെ ഉള്ളിൽ നിന്ന് തന്നെയാണോ വരുന്നത് എന്നുള്ള രീതിയിലാണ് വർണ്ണിച്ചിരിക്കുന്നത്. ഉത്പപാദ അഗ്നിസങ്കാശം ഹാലാഹല മഹാവിഷം. ഹാലാഹലം എന്നു പേരുള്ള അതികഠിനമായിട്ടുള്ള വിഷം, മഹാവിഷം, അത് അഗ്നി പോലെ ജ്വലിച്ചു നിൽക്കുന്നതായിരുന്നു. അത് പുറത്തേക്ക് വരാനും തുടങ്ങി. അത് പുറത്തേക്ക് മുഴുവനും കൂടി വന്നിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? തേന ദഗ്ധം ജഗത് സർവം സദേവാസുരമാനുഷം.
സദേവാസുരമാനുഷം സർവം ജഗത്ത്. ദേവന്മാരും അസുരന്മാരും മനുഷ്യന്മാരും ഒക്കെ ഉള്ളതായ ഈ ത്രൈലോക്യം മുഴുവനും തന്നെ ഈ ഹാലാഹല വിഷം കൊണ്ട് കത്തിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവർക്കും ആകെ പേടിയായി. വാസുകിയുടെ വിഷമുണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ ഹാലാഹല വിഷം കൂടി വരാൻ പുറപ്പെട്ടാൽ ഈ പുറപ്പെട്ട പ്രവൃത്തികളൊക്കെ ഇല്ലാതെയാവുന്ന മാത്രമല്ല, അതിന് പുറപ്പെട്ടവരും അതല്ലാത്തവരും ലോകം തന്നെ ഭസ്മായി പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പോവും എന്ന് എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ എല്ലാവരും കൂടി എന്താ ചെയ്തത്? ഇതാണ് 21ാമത്തെ ശ്ലോകത്തിൽ പറയണത്. അഥ ദേവാ മഹാദേവം ശങ്കരം ശരണാർത്ഥിന ജഗ്മുഫ് പശുപതിം രുദ്രം ത്രാഹി ത്രാഹീതി തുഷ്ടുവോ. അടുത്ത ശ്ലോകം കൂടി നോക്കാം, 22ാമത്തേത്. ഏവമുക്തസ്തതോ ദേവൈർദേവദേവേശ്വര പ്രഭു പ്രാദുരാസീത്തതോത്രൈവ ശംഖചക്രധരോ ഹരി. അതായത് കാര്യങ്ങളൊക്കെ കയ്യിൽ നിന്ന് വിട്ടു പോവുകയാണ്, അപകടമാവും എന്ന് മനസ്സിലാക്കിയപ്പോൾ ദേവന്മാരെന്ത് ചെയ്തു? മഹാദേവം ശങ്കരം ശരണാർത്ഥിന ദേവാഹ, ശരണം വിളിക്കുന്നവരായ, ശരണം വേണ്ടവരായ, ശരണം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒരാൾ രക്ഷിക്കാൻ വേണം. ഗൃഹരക്ഷിത്രോഹോ എന്നുള്ളതാണ് ശരണം എന്നുള്ള വാക്കിനർത്ഥം. അത് വീടാവാം അല്ലെങ്കിൽ ഒരാളാവാം. ഇവിടെ ആളെയാണ്, ദേവദേവനെയാണ് വിളിക്കുന്നത്. ഭഗവാൻ മഹാദേവനെ വിളിച്ച് ഉറക്കെ കരയാൻ തുടങ്ങി. അതാണ് അവിടെ ചെന്ന് പ്രാർത്ഥിക്കുകയാണ്. മഹാദേവം ശങ്കരം പശുപതിം രുദ്രം, പശുപതിയായിട്ടുള്ള രുദ്രനായിട്ടുള്ള മഹാദേവനായിട്ടുള്ള ആ ശങ്കര ഭഗവാനെ ജഗാമ പ്രാപിച്ചു. അവിടെ ചെന്നിട്ട് ത്രാഹി ഇതി തുഷ്ടുവോ, രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് ദേവന്മാരെല്ലാവരും കൂടിയിട്ട് ഉറക്കെ കരയാൻ തുടങ്ങി. ശ്രീപരമേശ്വരനെ ശരണം പ്രാപിച്ചു. ബാക്കിയുള്ള വാക്കുകളൊക്കെ ശ്രീപരമേശ്വരൻ്റെ വിശേഷണങ്ങളാണ്. പശുപതി, രുദ്രൻ, മഹാദേവൻ, ശങ്കരൻ തുടങ്ങിയിട്ടുള്ളതൊക്കെ ഭഗവാന്റെ വിശേഷണങ്ങളാണ്. അങ്ങനെ അത്രയ്ക്ക് കഴിവുള്ള, ഈ ലോകത്തിനെ മുഴുവനും സംരക്ഷിക്കാൻ കഴിവുള്ളവനായ ഭഗവാൻ മഹാദേവന്റെ അടുത്ത് പോയിട്ട് എല്ലാവരും കൂടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഏവമുക്ത, ഇപ്രകാരം സ്തുതിക്കപ്പെട്ടവനായ ദേവദേവേശ്വരനായിട്ടുള്ള പ്രഭു, ദേവന്മാരാൽ, ദേവൈഹി ഏവം ഉക്ത ദേവദേവേശ്വര പ്രഭു, ദേവന്മാരാൽ ഇപ്രകാരം സ്തുതിക്കപ്പെട്ടവനായിട്ടുള്ള ഭഗവാൻ മഹാദേവൻ എന്തു ചെയ്തു? തത്ര പ്രാദുരാസീത്, ഈ ദേവന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഒറ്റയ്ക്കല്ല വന്നത്, കൂടെ ആരുണ്ടായിരുന്നു? ശംഖചക്രധരോ ഹരി, ശംഖചക്രങ്ങൾ ധരിച്ചിരിക്കുന്ന ഭഗവാൻ മഹാവിഷ്ണുവിനോട് കൂടിയിട്ടാണ് ശ്രീ പരമേശ്വരൻ അവിടേക്ക് വന്നത്. അപ്പോൾ ശംഖചക്രധരോ ഹരി എന്ന് എടുത്തു പറഞ്ഞത് വന്നത് മഹാവിഷ്ണു തന്നെയാണെന്ന് അറിയിക്കാനാണ്. ഹരി എന്നുള്ളതൊരു നാനാർത്ഥക പദമായതുകൊണ്ട് ശംഖചക്രധരനായിട്ടുള്ള ഹരി എന്ന് പറഞ്ഞാൽ ആർക്കും പിന്നെ സംശയമേ ഉണ്ടാവില്ല. ഭഗവാൻ മഹാവിഷ്ണുവിനോടൊപ്പം മഹാദേവനും കൂടി ഇവരുടെ മുമ്പിൽ, ദേവന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയണത്. ബാക്കി കാര്യങ്ങൾ എന്താണ് ഇവിടെ സംഭവിക്കാൻ പോണത്, വിഷത്തിൻ്റെ കാര്യമൊക്കെ നമുക്കറിയാം. എങ്കിലും എങ്ങനെയാണ് വാൽമീകി മഹർഷി വർണ്ണിക്കുന്നത് എന്നുള്ളത് അടുത്ത ദിവസം നോക്കാം. ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. പൂർവം കൃതയുഗേ രാമ ദിതേ പുത്ര മഹാബലാഃ അതിതേശ്ച മഹാഭാഗാ വീര്യവന്തഃ സുധാർമികാ തതസ്തേഷാം നരവ്യാഘ്ര ബുദ്ധിരാസീൻ മഹാത്മനാം അമരാ വിജരാശ്ചൈവ കഥം സ്യാമോ നിരാമയാഃ തേഷാം ചിന്തയതാം തത്ര ബുദ്ധിരാസീദ് വിപശ്ചിതാം ക്ഷീരോദമഥനം കൃത്വാ രസം പ്രാപ്സ്യാമ തത്ര വൈ തതോ നിശ്ചിത്യമഥനം യോക്ത്രം കൃത്വാ ച വാസുകിം മന്ധാനം മന്ദരം കൃത്വാ മമന്ധുരമിതൗജസ അഥ വർഷസഹസ്രേണ യോക്ത്ര സർപ്പശിരാംസി ച വമന്തോതിവിഷം തത്ര ദദംശുർദശനൈഃ ശിലാഃ ഉത്പപാദാഗ്നിസംകാശം ഹാലാഹലമഹാവിഷം തേന ദഗ്ധം ജഗത്സർവം സദേവാസുരമാനുഷം അഥ ദേവാ മഹാദേവം ശങ്കരം ശരണാർത്ഥിന ജഗ്മുഃ പശുപതിം രുദ്രം ത്രാഹീതി തുഷ്ടുഃ ഏവമുക്തസ്തതോ ദേവൈർദേവദേവേശ്വര പ്രഭു പ്രാദുരാസീത്തതോത്രൈവ ശംഖചക്രധരോ ഹരി. കഥകളിങ്ങനെ പറഞ്ഞു പോവുകയാണ്. ഇവരെ ദേവന്മാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രീപരമേശ്വരനും ഭഗവാൻ മഹാവിഷ്ണുവും വന്നു എന്ന് പറഞ്ഞു. ബാക്കി കഥകൾ അടുത്ത ദിവസം നോക്കാം. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.